പെരുന്നാൾ സൽക്കാരങ്ങളിലേക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കിടുക്കാച്ചി സാലഡ്, അതും വെറും 5 മിനിറ്റ് കൊണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഒരു സാലഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് പൈനാപ്പിൾ ചെറു കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് മുഴുവനായി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പ്ലേറ്റിലേക്ക് 1 കപ്പ് സ്ട്രോബെറി നീളത്തിൽ അരിഞ്ഞതും കൂടിയാണ് എടുക്കേണ്ടത്. എപ്പോഴും നല്ല പഴുത്തതും നല്ല മധുരമുള്ള സ്ട്രോബെറിയും പൈനാപ്പിളും തന്നെ വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ ഒരു സാലഡിന് രുചി കൂടുതൽ തോന്നാറുള്ളത്. ഇനി ഈ 2 ഇൻഗ്രീഡിയൻസിനെ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന പൈനാപ്പിൾ ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു പിടി പാർസലിയുടെ ഇലകൾ കൂടി എടുക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇനി പാർസലിയുടെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മല്ലി ഇലയും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി എടുക്കാം. ഇതിനൊരു നല്ല ടേസ്റ്റും രുചിയൊക്കെ കിട്ടുന്നതിനായിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാം. ഈ ഒരു സാലഡ് ഡ്രസ്സിങ്ങിലേക്ക് ഞാൻ ഒരല്പം ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ തന്നെയാണ് ചേർക്കുന്നത്. ഇതൊരു 3 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് മിക്സിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെരുന്നാൾ സൽക്കാരത്തിനൊക്കെ നമ്മൾ മറ്റ് വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ കൂടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സാലഡാണ്. ചെറിയൊരു മധുരവും ഉപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന ഒരു ഹെൽത്തി സാലഡ് തന്നെയാട്ടോ ഇത്. ഇതിന് ചെറിയ മധുരവും ഉപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാട്ടോ. അത്രയ്ക്കും രുചിയുള്ള ഒരു സാലഡാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാലഡ് ഡ്രസ്സിങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു സാലഡിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചി ഇരട്ടിയാകുകയെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീറ്റോ.